ആമിനയുടെ കഥ. ഖലീഫയുടെ നിർദ്ദേശപ്രകാരം ആമിന മുന്നോട്ടു വന്ന് പറഞ്ഞു, വിശ്വാസികളുടെ രാജകുമാര, എൻ്റെ മാതാപിതാക്കളെയും ബാല്യകാലത്തെയും കുറിച്ച് സഹോദരി സുബൈദ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. അച്ഛൻ്റെ മരണശേഷം ഞാനും അനിയത്തി ഫാഹിമയും അമ്മയോടൊത്ത് താമസിച്ചു. ഏറെ താമസിയാതെ അമ്മ ഒരു വൃദ്ധന് എന്നെ വിവാഹം ചെയ്തു കൊടുത്തു. നഗരത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്ന അദ്ദേഹം ഒരു വർഷത്തിനുള്ളിൽ മരിച്ചു. 80,000 ദിനാർ ഭർത്താവിൻ്റെ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നു. വിലപിടിച്ച വസ്ത്രങ്ങളും ആഡംബര വസ്തുക്കളും ഞാൻ വാങ്ങി. എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിച്ചു വരവേ ഒരു ദിവസം അപരിചിതയായ ഒരു വൃദ്ധ എന്നെ സമീപിച്ചു. വൃത്തികെട്ട അശ്രീകരം പിടിച്ച ആ കിഴവി എന്നോട് പറഞ്ഞു, കുഞ്ഞെ, എൻ്റെ മകളുടെ വിവാഹമാണിന്ന്. തന്തയില്ലാത്ത അവളുടെ കല്യാണം നടത്തിക്കാൻ കുഞ്ഞു വരണം. കൊള്ളാവുന്ന മറ്റാരും എൻ്റെ കുടുംബത്തിലില്ല. അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് ദയവ് തോന്നി. കുഞ്ഞ് ഉടുത്തൊരുങ്ങുമ്പോഴേക്കും ഞാൻ വരാം എന്ന് പറഞ്ഞ് കിഴവി പോയി. അവരുടെ ഗൂഢാദ്ദേശം അറിഞ്ഞുകൂടാതിരുന്നതിനാൽ ഞാൻ കുളിച്ചൊരുങ്ങി, സുറുമ എഴുതി, സുഗന്ധദ്രവ്യം പൂശി, പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് മൂടുപടമിട്ട് തയ്യാറായി. അപ്പോഴേക്കും കിഴവി വന്നു പറഞ്ഞു, മോളെ, വരൻ്റെ വീട്ടുകാർ വന്നു. ധാരാളം പെണ്ണുങ്ങളുമുണ്ട്. വലിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. മോള് വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം ഉത്സാഹം തന്നെ. ഏതാനും അടിമകളെയും കൂട്ടി ഞാൻ കിഴവിയുടെ പിന്നാലെ ചെന്നു. കുറേ ദൂരം നടന്നപ്പോൾ ഒരു കോട്ടവാതിൽക്കലെത്തി. വാതിലിനപ്പുറം അതിമനോഹരമായ ഒരു മാളികയായിരുന്നു. അവിടുത്തെ മുറികൾ മാത്രമല്ല, മുറ്റം പോലും വിലപിടിച്ച പട്ടും രത്നങ്ങളും മറ്റും കൊണ്ട് അലങ്കരിച്ചിരുന്നു. വലിയ ഒരു മുറിയിലെ കട്ടിലിൽ പട്ടുമെത്തയിലിരുന്ന യുവതി എന്നെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. അമ്പിളിത്തെല്ലുപോലെ അഴകാർന്ന ആ പെൺകുടി പറഞ്ഞു, സഹോദരി, ക്ഷമിക്കണം, എനിക്കൊരു സഹോദരനുണ്ട്. എന്നേക്കാൾ സുന്ദരൻ. അയാൾ നിങ്ങളെ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് കണ്ടു. ഒറ്റ നോട്ടത്തിൽ നിങ്ങളെ പ്രേമിച്ചു പോയി. നിങ്ങളെ കൂടാതെ അയാൾക്ക് ജീവിക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു സൂത്രം പ്രയോഗിച്ച് വൃദ്ധയെ കൊണ്ട് ഇങ്ങോട്ട് വരുത്തിച്ചതാണ്. എൻ്റെ സഹോദരനെ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് വിസമ്മതമില്ലല്ലോ? എനിക്ക് വിസമ്മതമില്ലായിരുന്നു. പെൺകുട്ടി ഉറക്കെ കൈകൊട്ടി. അത് പ്രതീക്ഷിച്ചിരുന്നതുപോലെ ഒരു യുവാവ് കടന്നു വന്നു. സഹോദരിയുടെ സമീപത്തിരുന്നു. വസന്തകാല ചന്ദ്രനെ വെല്ലുന്ന സൗന്ദര്യം അയാൾക്കുണ്ടായിരുന്നു. ഉടനെ പുരോഹിതനെയും സാക്ഷികളെയും വരുത്തി ഞങ്ങൾ വിവാഹിതരായി. പ്രഥമ രാത്രി യുവാവ് ഇപ്രകാരം പറഞ്ഞു, ഈ രാത്രി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭവതി അനുവദിക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താണ്, പറയൂ എന്നായി ഞാൻ. അദ്ദേഹം എഴുന്നേറ്റ് ഖുർആൻ കയ്യിലെടുത്തു. ഭവതി ഒരിക്കലും മറ്റൊരാളുമായി ബന്ധപ്പെടില്ലെന്ന് ഇതിൽ തൊട്ട് സത്യം ചെയ്യണം. ഞാൻ സത്യം ചെയ്തു. അദ്ദേഹം ആവേശത്തോടെ എന്നെ വാരിപ്പുണർന്നു. ആ സിരകളിലെ ചൂട് എന്നിലേക്ക് പകർന്നു. സ്വർഗതുല്യമായിരുന്നു ഞങ്ങളുടെ ആദ്യ രാത്രി. ശ്രുതിഭംഗമില്ലാത്ത സംഗീതധാര പോലെ ഞങ്ങളുടെ ദിനരാത്രങ്ങൾ കടന്നുപോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ അനുമതിയോടെ വസ്ത്രങ്ങൾ വാങ്ങാൻ ഞാൻ കമ്പോളത്തിൽ പോയി. കൂട്ടിന് കിഴവിയുമുണ്ടായിരുന്നു. പട്ടുതുണികൾ വിൽക്കുന്ന ഒരു കടയിൽ ഞങ്ങൾ ചെന്നു. ചെറുപ്പക്കാരനായ വ്യാപാരിയോട് കിഴവി പറഞ്ഞു, എൻ്റെ യജമാനത്തിക്ക് 1-ാം തരം പട്ട് വേണം. ഈ സുന്ദരിക്ക് ചേരുന്നത് മാത്രം എടുത്താൽ മതി. എന്നിട്ട് എന്നോട് മന്ത്രിച്ചു. ഇയാളുടെ അച്ഛനായിരുന്നു കട നടത്തിയിരുന്നത്. വലിയ മുതലാളിയാണ്. അച്ഛൻ മരിച്ചപ്പോൾ മോൻ എല്ലാറ്റിനും അവകാശിയായി. കച്ചവടക്കാരൻ കെട്ടുകണക്കിന് തുണികൾ എൻ്റെ മുന്നിൽ വാരിയിട്ടു. കിഴവി അപ്പോഴെല്ലാം അയാളുടെ ഗുണഗണങ്ങൾ എൻ്റെ ചെവിയിൽ വർണ്ണിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ തുണി വാങ്ങാൻ വന്നതാണ്, കച്ചവടക്കാരൻ്റെ മഹത്വം കേൾക്കാനല്ല. ആവശ്യമുള്ളത് വാങ്ങിയിട്ട് നമുക്ക് പോകാം. തുണികൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ വില കൊടുത്തപ്പോൾ വ്യാപാരി വാങ്ങിയില്ല. ഇതിന് വില വേണ്ട. ഭവതി എൻ്റെ കട സന്ദർശിച്ചതിലുള്ള സന്തോഷം കൊണ്ട് ഞാൻ സമ്മാനിക്കുന്നതാണ്. പണം വേണ്ടെങ്കിൽ എനിക്ക് ഇവിടത്തെ തുണികൾ ആവശ്യമില്ല. അതെല്ലാം തിരിച്ചു കൊടുത്തേക്കൂ എന്ന് ഞാൻ കിഴവിയോട് പറഞ്ഞു. ദയവ് ചെയ്ത് എൻ്റെ സമ്മാനം സ്വീകരിക്കൂ. പകരം ആ കവിളിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ, അയാൾ അപേക്ഷിച്ചു. കിഴവി അയാളെ കളിയാക്കി. നിങ്ങൾ നല്ല കച്ചവടക്കാരനാണല്ലോ. ഇത്രയും വിലപിടിച്ച പട്ടിനു പകരം ഒരു ചുംബനം മതി പോലും.
എന്നിട്ട് എന്നോടായി ഇങ്ങനെ പറഞ്ഞു, ഇത് കേട്ടോ, ഒരു ചുംബനത്തിന് പകരം ഇത്രയും പട്ടുവസ്ത്രങ്ങൾ കിട്ടുമെന്ന്. ഒന്ന് ചുംബിച്ചതുകൊണ്ട് ഒന്നും നഷ്ടമാവൂലല്ലോ. ഭർത്താവിനെ വഞ്ചിക്കുകയില്ലെന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിലെന്ത് വഞ്ചന? അയാൾക്ക് ഒന്ന് ഉമ്മ വെച്ചാൽ മാത്രം മതി. ആരറിയാൻ, കുഞ്ഞിന് കാശ് മിച്ചമാവുകയും ചെയ്യും. കിഴവി പ്രലോഭിപ്പിച്ചു. ഞാൻ ആ പ്രലോഭനത്തിൽ കുടുങ്ങി. വഴിപോക്കർ കാണാതിരിക്കാൻ മൂടുപടം തലയ്ക്ക് പിന്നിൽ നിവർത്തിപ്പിടിച്ച് കണ്ണടച്ചു നിന്നു. അയാളുടെ ചുണ്ടുകൾ എൻ്റെ കവിളിൽ സ്പർശിച്ചു. അടുത്ത നിമിഷം ഞാൻ വേദന കൊണ്ട് പുളഞ്ഞു. അയാൾ കവിൾ കടിച്ചു മുറിച്ചു കളഞ്ഞു. ബോധരഹിതയായി വീണ ഞാൻ കണ്ണു തുറന്നപ്പോൾ കിഴവിയുടെ മടിയിൽ കിടക്കുകയായിരുന്നു. കടയുടമയെ കാണാനില്ല. കിഴവി പറഞ്ഞു, അള്ളാഹുവിന് സ്തുതി, കൂടുതലൊന്നും പറ്റിയില്ലല്ലോ. നമുക്ക് വേഗം വീട്ടിൽ പോകാം. സുഖമില്ലെന്ന് ഭാവിച്ചാൽ മതി. മുറിവ് ഭേദമാക്കാനുള്ള മരുന്ന് ഞാൻ കൊണ്ടുവരാം. ഞാൻ വേഗം വീട്ടിലെത്തി. സുഖമില്ലാത്ത മട്ടിൽ എൻ്റെ വീട്ടിൽ ചെന്ന് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് വന്ന് ഉത്കണ്ഠയോടെ എൻ്റെ അസുഖത്തിനു കാരണമാരാഞ്ഞു. ഓ, സാരമില്ല, ഞാൻ പറഞ്ഞു. എൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി അദ്ദേഹം ചോദിച്ചു, കവിളിൽ എന്താണ്, മുറിഞ്ഞതാണോ? ഞാനിന്ന് തുണി വാങ്ങാൻ പോയപ്പോൾ വിറക് ചുമടുമായി ഒരു ഒട്ടകം എതിരെ വന്നു. മുനയുള്ള ഒരു വിറകൻ കഷ്ണം എൻ്റെ മൂടുപടം കീറി മുഖത്ത് പോറലുണ്ടായി. ബാഗ്ദാദിലെ തെരുവിൽ വഴി നടക്കാൻ വയ്യെന്നായോ? അദ്ദേഹം ദേഷ്യപ്പെട്ടു. ഒട്ടകങ്ങളെല്ലാം പിടിച്ച് കശാപ്പു ചെയ്യണം. നാളെ ആകട്ടെ, ഞാൻ ഗവർണറോട് പരാതി പറയുന്നുണ്ട്. അത് കഷ്ടമാണ്, ഞാൻ പറഞ്ഞു. പാവങ്ങൾ ജീവിച്ചോട്ടെ. വാസ്തവത്തിൽ തെറ്റ് എൻ്റേതാണ്. ഞാൻ കഴുതപ്പുറത്ത് പോകുമ്പോൾ കഴുത എന്നെ തള്ളിയിട്ടു. നിലത്ത് കിടന്ന ഒരു ചെറിയ കമ്പ് കവിളിൽ കൊണ്ട് മുറിഞ്ഞു. എങ്കിൽ എല്ലാ കഴുതകളെയും കഴുതക്കാരെയും തൂക്കിലേറ്റാൻ മന്ത്രിയോട് പറയാം. ഒരബദ്ധം പിണഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയെന്ന് സമാധാനിച്ചാൽ പോരെ? ഞാൻ ചോദിച്ചു. പക്ഷേ ഭർത്താവ് ക്രോധത്തോടെ അലറി, കുലടെ, കള്ളം പറഞ്ഞതു മതി. നിനക്കുള്ള ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കോ. ഉടനെ 7 കാപ്പിരികൾ മുറിയിൽ വന്നു. അവരെന്നെ വലിച്ച് നിലത്തിട്ടു. ഒരാൾ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഒരുത്തൻ തലയിൽ കയറിയിരുന്നു. മറ്റൊരുത്തൻ കാലുകൾ ചവിട്ടിപ്പിടിച്ചു. വേറൊരുത്തൻ കയ്യിൽ വാളുമായി നിന്നു. ഇവളെ വെട്ടിനുറുക്കി ടൈബ്രീസ് നദിയിലെ മത്സ്യങ്ങൾ കിട്ടുകൊടുക്കണം, ഭർത്താവ് കൽപ്പിച്ചു. അതാണ് പ്രതിജ്ഞാലംഘനത്തിനുള്ള ശിക്ഷ. ശിക്ഷ നടപ്പാക്കാൻ നീഗ്രോ വാളോങ്ങിയപ്പോൾ ഭർത്താവ് പറഞ്ഞു, നില്ല്. അവസാനമായി ഇവൾ പ്രാർത്ഥിച്ചോട്ടെ. എന്നെ കൊല്ലല്ലേ, എന്നോട് ദയ കാണിക്കണേ, ഞാൻ അപേക്ഷിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ മനസ്സലിഞ്ഞില്ല. നീ ദയ അർഹിക്കുന്നില്ല. നീഗ്രോ വാളുമായി അടുത്തു വന്നു. അപ്പോൾ കിഴവി ഓടി വന്ന് എൻ്റെ ഭർത്താവിൻ്റെ കാൽക്കൽ വീണു. പൊന്നയജമാന, ഇവളോട് പൊറുക്കണം. വധശിക്ഷ വിധിക്കത്തക്ക കുറ്റമൊന്നും ഈ പെൺകുട്ടി ചെയ്തിട്ടില്ല. യജമാനനെ കുട്ടിക്കാലത്ത് ചുമന്ന് നടന്നിട്ടുള്ളതിൻ്റെ പേരിൽ ഈ കിഴവി ദയയാചിക്കുന്നു. ശരി, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുന്നു. പക്ഷേ ഒരിക്കലും മറക്കാത്ത ഒരു ശിക്ഷ ഇവൾ അനുഭവിക്കണം. ഭർത്താവിൻ്റെ ഉത്തരവനുസരിച്ച് നീഗ്രോ പരിശകൾ എൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞു. ക്ഷീമമാതളത്തിൻ്റെ ഇളം കമ്പുകൊണ്ട് അവരെൻ്റെ മുതുകിലും മാറത്തും തലങ്ങും വിലങ്ങും അടിച്ചു. ബോധം കെട്ടുവീണ ഞാൻ അവിടെ കിടക്കട്ടെയെന്നും രാത്രിയാകുമ്പോൾ എൻ്റെ വീടിന് മുന്നിൽ കൊണ്ട് തള്ളണമെന്നും ആജ്ഞാപിച്ചിരുന്നു. അവർ അപ്രകാരം ചെയ്തു. ബോധമുണ്ടായപ്പോൾ മുറ്റത്തു നിന്നും ഇഴഞ്ഞാണ് ഞാൻ വീടിനകത്തേക്ക് കയറിയത്. മുറിവിൽ മരുന്നുകൾ പുരട്ടി. പക്ഷേ പാടുകൾ മാഞ്ഞില്ല. 4 മാസം കഴിഞ്ഞു. എനിക്ക് സുഖമായപ്പോൾ ഭർത്താവിൻ്റെ മാളികയിലേക്ക് ചെന്നു. അവിടെ ആ കെട്ടിടം ഉണ്ടായിരുന്നില്ല. തെരുവ് പോലും ആകെ തകർന്നിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ വീടുകളുടെ അവശിഷ്ടങ്ങളും ചവറുകൂനകളും മാത്രം കണ്ടു. ഞാൻ അനിയത്തി ഫാഹിമയെ കൂട്ടി സുബൈദയുടെ അടുത്ത് ചെന്നു. സഹോദരിമാർ നായ്ക്കളായി തീർന്ന കഥ സുബൈദ പറഞ്ഞു. എല്ലാം ദൈവനിശ്ചയമെന്നോർത്ത് സമാധാനിക്കാം. സഹോദരി എന്നെ ആശ്വസിപ്പിച്ചു. ഈ സമയം നേരം പുലർന്നത് കാരണം ഷഹറാസാദ് മൗനം പാലിച്ചു. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവൾ കഥ തുടർന്നു. ആമിന ഖലീഫയോട് പറഞ്ഞു, ഞാനും ഫാഹിമയും സുബൈദയോടൊപ്പം താമസിച്ചു. അവിടെ വെച്ചാണ് ഞങ്ങളെയും കലാന്തർമാരെയും അങ്ങ് കണ്ടത്. സഹോദരിമാരുടെ അത്ഭുത കഥ ഖലീഫയെ ഹഠാതാകർഷിച്ചു. അദ്ദേഹം സുബൈദയോട് ചോദിച്ചു, ഒരു യക്ഷിയാണല്ലോ നിന്റെ സഹോദരിമാരെ പട്ടിക്കുഞ്ഞുങ്ങളാക്കിയത്. ആ യക്ഷി ഇപ്പോൾ എവിടെയുണ്ടെന്നറിയാമോ? സുബൈദ പറഞ്ഞു, യക്ഷി കുറച്ച് തലമുടി നാരുകൾ എൻ്റെ കയ്യിൽ തന്നിരുന്നു.
അതിലൊന്ന് കത്തിച്ചാൽ ഉടൻ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖലീഫ ഒരു തലമുടി കത്തിച്ചു. മാനത്ത് നിന്ന് പൊട്ടി വീണ പോലെ യക്ഷി പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് എന്നെ വിളിച്ചത്? യക്ഷി ചോദിച്ചു. അള്ളാഹുവിൻ്റെ പേരിൽ ഈ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് സ്വന്തം രൂപം നൽകാമോ? ഖലീഫ അപേക്ഷിച്ചു. യക്ഷി സമ്മതിച്ചു. മന്ത്രം ജപിച്ച് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് മനുഷ്യരൂപം നൽകി. 2 സഹോദരിമാരെയും സുബൈദയും ആമിനയും ഫാഹിമയും കൂടി സന്തോഷത്തോടെ സ്വീകരിച്ചു. ആമിനയെ 2ാമത് ഭാര്യയാക്കിയിട്ട് വിശ്വാസവഞ്ചനയുടെ പേരിൽ മർദ്ദിക്കുകയും ഉപേക്ഷിച്ചു പോവുകയും ചെയ്ത യുവാവ് ഇപ്പോഴെവിടെയുണ്ടെന്ന് ഖലീഫ യക്ഷിയോട് ചോദിച്ചു. അത് അങ്ങയുടെ പുത്രൻ തന്നെയാണ് എന്നായിരുന്നു യക്ഷിയുടെ മറുപടി. ഉടനെ ഖലീഫ പുത്രനെ വിളിച്ചു വരുത്തി. കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞ രാജകുമാരൻ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ആമിനയെ സ്വീകരിച്ചു. സുബൈദയും ശാപമോചനം ലഭിച്ച സഹോദരിമാരും കലാന്തർമാരുടെ ഭാര്യമാരായി. അവശേഷിച്ച ഫാഹിമയെ ഖലീഫ ഹാറൂൻ അൽ റഷീദ് വിവാഹം ചെയ്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരും ദീർഘകാലം സസുഖം വാണു. കഥ കൊള്ളാം. ഷഹരിയാർ ഷഹറാസാദിനെ അനുമോദിച്ചു. ഇതിലും നല്ല കഥ ചേച്ചിക്കറിയാം എന്നായി ദുനിയാസാദ്. അതേ തിരുമനസ്സിന് വേണ്ടി വേറൊരു കഥ ഞാൻ പറയാം, പെൺകുട്ടി പറഞ്ഞു. ആ കഥ നമുക്ക് അടുത്ത അധ്യായത്തിൽ പറയാം.